ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്ന് ഈ കേക്ക് ഒറ്റിജിയോ ഓവനോ ഒന്നുമില്ലാതെ ഗ്യാസിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട ശേഷം ഗ്യാസ് ഓണാക്കിയിട്ട് ആദ്യം കുറച്ച് സമയം ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ക്യാരമൽ തയ്യാറാക്കാനായിട്ട്. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞിട്ട് നല്ല കയ്പ്പായി പോകും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് തന്നെ വയ്ക്കണം. ഇതുപോലെ ഒന്ന് കളർ മാറിയിട്ട് പതയെല്ലാം ഒന്ന് മാറി വരും. ഈ കളറിൽ വേണം ക്യാരമൽ റെഡിയാക്കി എടുക്കാനായിട്ട്. ഈ കളറാകുമ്പോൾ ഗ്യാസിൽ നിന്ന് ഒന്ന് മാറ്റി പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നല്ല ബ്രൗൺ കളറായിട്ട് വരണം, എന്നാലേ കേക്കിനും നല്ല കളർ ഉണ്ടാകുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊഴിക്കണം. ഒന്ന് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കും. ഒന്ന് മാറി നിന്ന് ഒഴിച്ച ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ഈ പഞ്ചസാര ഒന്ന് കട്ട പിടിക്കും. അത് മാറാനായിട്ട് കുറച്ച് സമയം കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ കളറിൽ വേണം നമുക്ക് ക്യാരമൽ കിട്ടാനായിട്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/4 കപ്പ് മാവ് അളന്നെടുക്കാം. ഇതിപ്പോൾ 1 കപ്പ് അളന്നെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലെവൽ ചെയ്ത് വേണം മാവ് അളന്നെടുക്കാനായിട്ട്. 240 ml കപ്പിൽ 1/4 കപ്പാണ് വേണ്ടത്. 1/4 കപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. 1 നുള്ള് ഉപ്പ് ചേർക്കാം. ഈ കേക്കിൽ ബേക്കിംഗ് സോഡ വേണ്ട, ബേക്കിംഗ് പൗഡർ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂൺ കറുകപ്പട്ട പൊടിച്ചത് ചേർക്കാം. 1/4 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും 1/4 ടീസ്പൂൺ ഗ്രാമ്പു പൊടിച്ചതും കൂടെ ചേർക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. കേക്ക് ജീരകം എന്നാണ് പറയുന്നത്. ഇനി ഒരു 1/4 ടീസ്പൂണും കുറച്ച് കുറവ് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 3 പ്രാവശ്യം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. മാവ് ഞാൻ 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കേക്ക് ബട്ടറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ബട്ടറിന് പകരം ഓയിലായാലും മതി. ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ എടുക്കണം. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ബട്ടർ മാത്രം ലോ സ്പീഡിലിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റില്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. അതിനുശേഷം പൊടിച്ച പഞ്ചസാര 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സ്പൈസസ് ഒക്കെ ചേർക്കുമ്പോൾ ഒരു കേക്കിന് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ ഈ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ടിട്ട് പൊടിച്ചെടുത്ത് ചേർത്താലും മതിയാകും. പൊടിയായിട്ട് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ കേക്കിന് 2 മുട്ടയാണ് വേണ്ടത്. ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്യാം. 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് ബീറ്റ് ചെയ്ത ശേഷം അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കണം. 2 മുട്ടയും കൂടെ ഒരുമിച്ച് പൊട്ടിച്ചൊഴിക്കരുത്. ഒന്ന് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റായ ശേഷം അടുത്ത മുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് ഇപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാനായിട്ട് ഞാൻ വിട്ടുപോയി. നേരത്തെ ചേർത്താലും മതി. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുത്താലും മതിയാകും. വാനില എസൻസ് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ച മാവിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. ഒരു 2, 3, 4 പ്രാവശ്യമായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുമിച്ച് മാവിട്ട് കൊടുക്കരുത്. കുറേശ്ശായിട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് മുഴുവനിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് ഇട്ട് കൊടുക്കണം. നമ്മൾ എത്ര മാവാണോ കേക്കിന് വേണ്ടിയിട്ട് എടുത്തത് അതിനേക്കാളും കൂടുതൽ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത് വേണം. ഞാനിപ്പോൾ 1/4 കപ്പിൽ കൂടുതലും ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഓറഞ്ച് പീല്, ഓറഞ്ച് സെസ്റ്റാണിത്. ഇതെല്ലാം കേക്കിൻ്റെ സാധനങ്ങൾ വാങ്ങുന്ന കടയിൽ വാങ്ങാനായിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ ഓറഞ്ച് തൊലി വിളയിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ജിഞ്ചർ പീലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യുമ്പോൾ ചേർത്താലും മതിയാകും. പിന്നെ കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് മൈദയിലൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട്, കാഷ്യൂ നട്ട്സും ബദാമും ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, അതൊന്ന് മൈദയിൽ കോട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ മുന്തിരി ജ്യൂസിലാണിത് ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തത്. ആ ജ്യൂസ് ഒരുമിച്ച് തന്നെയാണ് എടുത്തത്, അത് അരിച്ചൊന്നും എടുത്തില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരമൽ ചെയ്ത ഷുഗർ ഒഴിച്ചു കൊടുക്കാം. ക്യാരമൽ ചെയ്ത ഷുഗർ മുഴുവനും ഒഴിക്കുന്നുണ്ട്. ഇതും കൂടെ ഒഴിക്കുമ്പോഴാണ് നമ്മളെ കേക്കിന് നല്ലൊരു കളർ കിട്ടുന്നത്. നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 7 ഇഞ്ചിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ കട്ടിയിൽ വേണം പ്ലം കേക്കിനുള്ള മാവ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇങ്ങനെ കട്ടിയായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിലേക്ക് പോവില്ല, എല്ലായിടത്തും ഒരുപോലെ തന്നെ കിടക്കും. അതുകൊണ്ട് ഈ കട്ടിയിൽ വേണം മാവ് റെഡിയാക്കി എടുക്കാൻ. അതിനുശേഷം ഒന്ന് ലെവൽ ചെയ്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കണം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഗ്യാസിൽ ഈ പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണിത്. ഇതുപോലെ ഒരു പാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ചീനച്ചട്ടി, കുക്കറോ എന്തായാലും മതിയാകും. പ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ബാറ്റർ വെച്ചിട്ട് നന്നായിട്ട് അടച്ച് 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, തീ കൂട്ടി വെക്കരുത്. അതുപോലെ OTGയിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 1 മണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. 1 മണിക്കൂറായപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് എന്തോന്ന് നോക്കാനായിട്ടൊന്ന് കുത്തി നോക്കാം. ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് തന്നെ വരുന്നുണ്ട്. കേക്ക് ബേക്കായിട്ടുണ്ട്. ഇനി ഇത് പാത്രത്തിൽ നിന്ന് മാറ്റാം. നന്നായിട്ട് തണുത്ത ശേഷം മോൾഡിൽ നിന്ന് മാറ്റിയിട്ട് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ള കേക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മുറിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണിത്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം എല്ലായിടത്തും ഒരുപോലെ തന്നെയുണ്ട്. നല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ടുള്ള നല്ല കേക്ക് റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.